ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് അനൈക്യമാണോ എന്നാണ് ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അനൈക്യമാണ് തോൽപ്പിച്ചത് കണക്ക് വെച്ചാണ് പറയുന്നത്. കാരണം ഒരു 2.1% വർധനവ് കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. BJP പരാജയപ്പെട്ടത്, ആം ആദ്മി പാർട്ടി BJPയുമായി പരാജയപ്പെട്ടിരിക്കുന്നത് 2.21% വ്യത്യാസമാണ് ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ളത്. അപ്പോൾ ഈ വ്യത്യാസം വെച്ചുകൊണ്ടാണ് പരാജയം അനൈക്യമാണ് എന്ന് വിവരിക്കുന്നത്. അനൈക്യമാണോ കാരണം? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് തോറ്റ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. BJP വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടിലേക്ക് കടന്നു കയറുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒരു നല്ല വിക്ടറി ഇപ്രാവശ്യം ഉണ്ടായത് എന്നും ഞാൻ വിലയിരുത്തുന്നു. ഒന്നാമത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു തിൻ മെജോറിറ്റിയിലാണെങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നേരിയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയിച്ചു വരാനുള്ളൊരു സാധ്യത യഥാർത്ഥത്തിൽ കണക്കുപരമായിട്ടുണ്ട്, അരിത്മെറ്റിക്കലി ഉണ്ട്. അതിൻ്റെ കാര്യം, 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 15% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അതുമാത്രവുമല്ലല്ലോ, സീറ്റിൻ്റെ വ്യത്യാസം നോക്കൂ. 8 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ എത്ര സീറ്റ് വേണം? 36 സീറ്റ് വേണം. അപ്പോൾ 28 സീറ്റുകൾ BJP വർദ്ധിപ്പിക്കണം. പ്ലസ് 15% വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 50% മതി, ഒരു 8% വോട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ 8% വോട്ട് വർദ്ധിപ്പിക്കുക, 28 സീറ്റുകൾ അധികമായി നേടുക, ഇത് ഒരു തിരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ രീതിയിൽ അരിത്മെറ്റിക്കലി ആം ആദ്മി പാർട്ടിക്ക് ഒരു എഡ്ജുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2004 BJP ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായിട്ടാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ, അദ്വാനിയുടെ നേതൃത്വത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 1998 മുതൽ 2004 വരെ BJP രാജ്യം ഭരിക്കുന്ന സമയത്ത് വിസിബിളേ ആയിരുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. 2004 ഈസി വിക്ടറിയാണ് പിന്നെ വാജ്പേയിക്കും പിന്നെ NDAയ്ക്കും അന്ന് പിന്നെ ഈ പറയുന്ന പോൾ പ്രെഡിക്റ്റേഴ്സ്, മാധ്യമ നിരീക്ഷകരൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. കാരണം കോൺഗ്രസ് വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 2004 ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട്, ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടിയായിട്ട് കോൺഗ്രസ് വരികയാണ് ചെയ്തത്. കാരണം എന്താ? അതിനകത്തൊരു ആർക്കും വിസിബിൾ അല്ലാത്തൊരു അണ്ടർ കറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അണ്ടർ കറൻറ്റ് ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിക്ടറികൾ സംഭവിക്കും, വലിയ അട്ടിമറികൾ സംഭവിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത്, തുടക്കം മുതൽ തന്നെ ഈ ആം ആദ്മി പാർട്ടി 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വീക്ക് വിക്കറ്റിലാണ് കളിച്ചിട്ടുള്ളത്. ഒരു കാര്യം പോലും ആം ആദ്മി പാർട്ടിക്ക് ഗുണകരമാകുന്നൊരു സാഹചര്യം ഡൽഹി ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഘടകം മാത്രമേ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു അസറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവാണ്. അരവിന്ദ് കെജ്രിവാൾ ഡെഫിനറ്റ്ലി ഒരു വോട്ട് വിന്നറാണ്. ഇപ്പോൾ 2015 അതിന് മുമ്പ് 2013 2015 2020 അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് നേടുന്ന വിജയമാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. വമ്പിച്ച വിക്ടറിയാണല്ലോ. 2015 67 സീറ്റാണ് 70 സീറ്റുകളിൽ പിന്നെ ആം ആദ്മി പാർട്ടി പിടിക്കുന്നത് ഒറ്റയാളുടെ നേതൃത്വത്തിൽ. 2020 അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവിനെ മുന്നിൽ നിർത്തിയതുകൊണ്ടാണ്. അവിടെ മാത്രം അത് അവസാനിച്ചില്ല. ഇപ്പോൾ പഞ്ചാബിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വലിയ വിജയം നേടിയത്? അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു വോട്ട് വിന്നറാണ്. കാരണം അവിടെ ഭഗവന്ത് സിംഗ് മാൻ എന്ന് പറയുന്ന ഒരു നേതാവ് പിന്നീട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മത്സരിക്കുന്നത്, ഡൽഹി മോഡൽ. അതേപോലെ തന്നെ ഗുജറാത്തിൽ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇൻട്രോഡ് ഉണ്ടാക്കിയത്? 13% വോട്ടുണ്ട് ഗുജറാത്ത് നിയമസഭയിൽ, 5 MLA-മാരുണ്ട്, ചെറിയ കാര്യമല്ല. ഇതുപോലെ തന്നെ അപ്പം ഒരു കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഈ 2024 പിന്നെ തെരഞ്ഞെടുപ്പ്, നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അതേ തലപ്പൊക്കത്തിൽ ഉയർത്തിക്കാട്ടപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ഡിസ്കഷനായിരുന്നു. ആ അർത്ഥത്തിലൊക്കെ ഒരു വോട്ട് വിന്നർ എന്നുള്ള നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു അസറ്റ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ. എന്നാൽ എത്രത്തോളം നെഗറ്റീവായ ഘടകങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയുന്ന പോലെ 10 വർഷം അടുപ്പിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരിനോടുള്ള ഫെറ്റീഗുണ്ട്, ഒരു ബോർഡമുണ്ട്, അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസിയുമുണ്ട്. അത് കൂടാതെ എന്താ സംഭവിച്ചത്? ഏത് പ്ലാങ്കിലാണ് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയത്? ആൻറ്റി കറപ്ഷൻ ഇമേജാണ് അല്ലേ? ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ നേതാവെന്ന നിലയ്ക്ക് ഒരു കറപ്ഷൻ ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്താ സംഭവിച്ചത്? 2025 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ, മനീഷ് സിസോദിയക്കെതിരെ, സത്യേന്ദ്ര ജെയിനെതിരെ ഒക്കെ തന്നെ ഏറ്റവും വലിയ കറപ്ഷൻ ചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. അവരെല്ലാം ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. അതായത് കറപ്ഷൻ എതിരായിട്ട് നിലപാടെടുത്തൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ടെയിൻറ്റഡ് ആയിട്ടാണ്. അവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരിക്കുന്നൊരു സാഹചര്യമാണ്.
ചെറിയൊരു എന്താ പറയുക സംശയമല്ല അത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ശീഷ് മഹൽ എന്ന് പറയുന്ന കാര്യം കൂടി വരുന്നത്. എന്താണ് ശീഷ് മഹൽ? വലിയ കൊട്ടാരത്തിലാണ് ഇയാൾ താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ബേസിക്കലി ഈസ് എ സോഷ്യൽ വർക്കർ, ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ജുഗിയിലും ചോപ്പടികളിലും ഒക്കെ നടന്ന് ചേരി പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, വൈദ്യുതി കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഫ്ലർ ചുറ്റി ഇടയ്ക്കിടയ്ക്ക് ചുമച്ച് നടക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അവർ കണ്ടിട്ടുള്ളത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി തീർത്തത്? അദ്ദേഹം ഇപ്പോൾ പറയുന്നതെന്ന് പറയുക മോർ ഓഫ് എ പൊളിറ്റീഷ്യൻ താൻ എ സോഷ്യൽ വർക്കർ എന്നുള്ളതാണ്. ഒരു പൊളിറ്റീഷ്യനായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അത് ഡൽഹിയിലെ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഡൽഹിയിലെ പല ആളുകൾക്കും പല വിഭാഗങ്ങൾക്കും ആക്സസിബിൾ അല്ലാതായിത്തീരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നൊരു പ്രശ്നവും കൂടി ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് പറ്റും അറിയാമോ? ഈ ശീഷ് മഹൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എങ്ങനെ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളായിട്ട് മാറി, അധികാരത്തിൽ വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മൊത്തത്തിൽ മാറി. ഈ ഒരു ഇമേജ് മാറിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി ന്യൂഡൽഹിയിൽ ചെറിയ കാര്യമല്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ തോക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡ് എന്തായിരുന്നു? ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആണ് അല്ലേ? സോഷ്യൽ വെൽഫെയർ സ്കീംസ് വലിയ രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ടും ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ പ്രശ്നം എന്താ? സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ ഉണ്ടായി, അതായത് ഇപ്പോൾ മൊഹല്ല ക്ലിനിക്കുകളുണ്ടായി, അങ്ങനെ ചികിത്സ ചെറിയ തുകയ്ക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ കിട്ടി, നല്ല സ്കൂളുകളുണ്ടായി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, ഒരു സംശയവുമില്ല, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫോർ വിമൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൽഹിയുടെ ഒരു ആവശ്യമായിരുന്നു. അവിടെയാണ് വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത്. ഇപ്പോൾ വായു മലിനീകരണം ഒരു വലിയ പ്രശ്നമാണ്, അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല. ജലമലിനീകരണം ഒരു പ്രശ്നമാണ്, ശുദ്ധവെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ പ്രശ്നമാണ്, അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഗതാഗതം, ഈ പറയുന്ന തകർന്ന റോഡുകൾ നന്നാക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിലൂടെ കിട്ടുന്ന സൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് പിന്നെ ഒരു എക്കണോമിക് ലാഡർ ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറും. ആ ആവശ്യങ്ങൾ മാറിയപ്പോൾ ആ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയാതെ പോയി. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ലെഫ്റ്റനന്റ് ഗവർണർ എന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാദവുമായിട്ട് അദ്ദേഹം വെച്ചത് LG വേഴ്സസ് ഗവൺമെൻറ് എന്നുള്ളതാണ്. ലെഫ്റ്റനന്റ് ഗവർണർ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നുവെന്ന്. അതൊരു നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം അറിയാമോ, ഈ പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണറും ഈ അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ലെഫ്റ്റനന്റ് ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടായാൽ പോരെ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഇടത്തരക്കാർ, മധ്യവർഗം എന്ന് പറയുന്ന ആളുകൾ BJPയോട് കൂടുതൽ അടുക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഒരു അബദ്ധം കൂടി പിന്നെ അരവിന്ദ് കെജ്രിവാളിന് പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ? നിങ്ങൾ എനിക്ക് MCD തരൂ, ഞാൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കൊടുത്തു. MCD കൊടുത്തപ്പോഴും പെർഫോം ചെയ്തില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ വലിയ തിരിച്ചടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സ്വയം വരുത്തി വെച്ചൊരു വിനയാണ് ഈ യമുന നദിയുടെ മലിനീകരണം എന്ന് പറയുന്നത്. അതിനകത്ത് വിഷം കലക്കി എന്ന് പറഞ്ഞത്. ആ വിഷം കലക്കി എന്ന് പറഞ്ഞത് നമുക്കറിയുന്നത് പോലെ ഹരിയാന ഡൽഹി ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അവിടെ നിന്നൊരു നല്ല വിഭാഗം ആളുകൾ ഡൽഹിയിലെ വോട്ടിംഗ് പോപ്പുലേഷനിലുണ്ട്. ആ വിഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ജാട്ട് വിഭാഗങ്ങൾക്ക് പിന്നെ സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും തോറ്റു ആം ആദ്മി പാർട്ടി. കാരണം എന്താ, ഹരിയാന എതിർവികാരമായിട്ട് അദ്ദേഹം അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് സംശയമില്ല. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി പെർഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 2% വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി ഫിനിഷ് ചെയ്തത്. 2.21. ശരി, നമുക്കിപ്പോൾ നോക്കുകയെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പിന്നെ കഴിഞ്ഞ തവണ 62 സീറ്റുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി 22 സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോൾ പോലും അവരുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? BJP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2.4% വ്യത്യാസം മാത്രമാണ്. അതൊരു ചെറിയ നേട്ടമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 10 വർഷത്തെ ആൻറ്റി ഇൻകംബൻറ്റ് ഗവൺമെൻറ് ഈ പറയുന്ന ഒരു 2%, 2.5% പിന്നെ ഒരു ചെറിയ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു നല്ല വിക്ടറി തന്നെയാണ്. നമുക്കൊരു കൗതുകരമായ ഡേറ്റ ഞാൻ പറയാം. ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ 39.94 ഈ പറയുന്ന BJPക്ക് കിട്ടിയത്. 39.94. 39.39 കോൺഗ്രസിന് കിട്ടിയത്. എത്ര വ്യത്യാസം എന്നറിയാമോ? 0.6%. സീറ്റ് എത്രയാണ് മാറിയത്? 11 സീറ്റ് മാറി. ഇവിടെ 0.6%-നകത്ത് 11 സീറ്റ് ഹരിയാനയിൽ മാറുമ്പം 2.25%-നകത്ത് ഇവിടെ മാറുന്ന എത്രയാണ്? 26 സീറ്റുകൾ മാറുകയാണ്. അത് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും കൗതുകരമായൊരു കണക്കാണ്. എനിവേ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പം എങ്ങനെയാണ് ഇതിനകത്ത് വീഴ്ച വന്നതെന്നൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. എവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഏതൊക്കെ
വോട്ട് ബാങ്കിലാണ് വീഴ്ച വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ബാക്ക് ചെയ്തിട്ടുള്ളത് OBC വോട്ട് ബാങ്ക് ഉണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അതായത് ദളിത് വിഭാഗങ്ങളുണ്ട്, പിന്നാക്ക ജാതികളുണ്ട്, ദളിത് വിഭാഗങ്ങളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. ഇതാണ് ഏറ്റവും നല്ല വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേസമയം അപ്പർ കാസ്റ്റ് വോട്ടറാണ് എപ്പോഴും BJPക്ക് ഗുണം ചെയ്തിരിക്കുന്നത്. BJP അതുകൊണ്ട് നമ്മൾ നോക്കിയാലറിയാം 2008 BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്നറിയാമോ? 36%. പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പം 2020 ഏറ്റവും അവസാനം 39%. ഇപ്പോൾ അവരത് വർദ്ധിപ്പിച്ചിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 45 അല്ലേ, 45% അടുത്താണ് വന്നിരിക്കുന്നത് BJPയുടെ വോട്ട് പെർസെൻറ്റേജ്. അതെ, അപ്പോൾ 45.56 ആണ്. 7% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം 39 നിന്ന് 45 അല്ലെങ്കിൽ 46 അടുപ്പിച്ചുള്ള വർധനവ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. 43% ഇവർ താഴെ പോകുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളാണ് SC/ST ഉള്ളത്. സംവരണ സീറ്റുകൾ എന്ന് പറയുന്നത് 12 സീറ്റുകളാണ്. ഈ 12 സീറ്റുകളിലും ജയിച്ചതാരാണ്? ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് ഈ 12 സീറ്റുകൾ നേടി. ഇപ്രാവശ്യം അതിനകത്ത് നഷ്ടം വന്നിരിക്കുന്ന എത്ര സീറ്റാണ്? 7 സീറ്റോളം BJP നേടി. അവിടെ 7 സീറ്റ് BJP അവിടെ നേടുകയും 5 സീറ്റിലേക്ക് പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി കൂപ്പുകുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ 5 സീറ്റ് അവരവിടെ നിലനിർത്തി എന്ന് പറയാം. അപ്പോൾ OBC വോട്ടിലേക്കുള്ള ഒരു വലിയ ഇൻട്രോഡ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ, മുസ്ലിം ന്യൂനപക്ഷം ഇപ്രാവശ്യവും കൂടെ നിന്നിരിക്കുന്നത് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒപ്പം തന്നെയാണ്. അതായത് ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ ഒരു വിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും കൂടി, അതായത് മുസ്ലിം വോട്ട് കൂടി ചേർന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ BJP ചെയ്തത് ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്കിടയിലേക്കുള്ള ഒരു ഇൻട്രോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കാര്യം പറയാം. 30 സീറ്റുകളിൽ ഈ SC/ST വോട്ട് വളരെ പ്രധാനമാണ്. ഈ 30 സീറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്താണെന്നറിയാവോ പിന്നെ അവിടെ BJP ചെയ്തത് SC സ്വാഭിമാൻ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. SC സ്വാഭിമാൻ എന്ന് പറഞ്ഞിട്ട് ഈ 30 സീറ്റുകളിലും ഏതാണ്ട് 3500ഓളം ദളിത് പിന്നാക്ക നേതാക്കളെ കൊണ്ട് ഈ 30 സീറ്റുകളിൽ ക്യാമ്പയിൻ നടത്തി അവിടെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഈ പ്രവർത്തനം എന്നുള്ളത്. ആ 30 സീറ്റുകളിൽ SC/STക്കാരെ ഇങ്ങോട്ടേക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് SC സ്വാഭിമാൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കഴിഞ്ഞ് ഒരു 6-7 മാസമായിട്ട് BJP നടത്തി. അതിൻ്റെ ഗുണം BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് പഠിച്ചപ്പോഴത്തേക്കും 54 സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയമുണ്ട്. 54 നിയമസഭാ സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയമുണ്ട്. ഒരു 3 സീറ്റുകളിൽ നെക്ക് ആൻഡ് നെക്കാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഈ 57 സീറ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതികളാണ്. അപ്പം ഈ പറയുന്ന OBC വോട്ടിലേക്ക് ഇൻട്രോഡ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഓരോ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിവിധ വിഭാഗങ്ങൾ ചേർത്ത് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നു. RSS വലിയ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു. 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് അവർ നടത്തുന്നു. ഈ രീതിയിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് BJP അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള എല്ലാ ഘടകങ്ങളും നെഗറ്റീവായപ്പോൾ നിശ്ചയമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിന് നമുക്കൊരു മറുപടി പറയണമല്ലോ. ഈ അനൈക്യം കൊണ്ടാണ് ഇത് തോൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2% ഉയർച്ച ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്. 4% നിന്ന് 6% കോൺഗ്രസ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ 10% വോട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് നോക്കുകയായിരുന്നു ചെയ്തത്, അല്ലാതെ മറ്റാരെങ്കിലും കയറിയിട്ട് അവരെ തോൽപ്പിക്കുകയല്ല. ഒരു സ്പോയിലർ ഇഫക്റ്റ്. കോൺഗ്രസ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ഡൽഹിയിൽ. കാരണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പം ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് അവർ എത്തണമായിരുന്നു. ഒരു 11, 12, 13% എത്തിയിരുന്നു എങ്കിൽ നമുക്ക് പറയാം കോൺഗ്രസ് ഒരു സ്പോയിലറായി, കോൺഗ്രസ് അവിടെ നശിപ്പിച്ചു. ഈവൻ 8% മുകളിൽ പോയാൽ പോലും വലിയൊരു നേട്ടമാണ്. നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്തത് അങ്ങനെയാണ്. അതെ, എത്തിയാൽ അതൊരു സ്പോയിലർ. ഇവിടെ ഒരു കണക്ക് പറയുന്നത് എന്താ പറയുക, നമ്മൾ അതോട് വിസ്തരിച്ച് പോകണല്ലോ. ഇപ്പോൾ ഡൽഹി പിന്നെ മണ്ഡലത്തിൽ, ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ തോക്കുന്ന എത്ര വോട്ടിനാണ്? 4089 വോട്ടിനാണ്. അതേസമയം അവിടെ സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന എത്ര വോട്ടാണ്? 4568 വോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വോട്ട് ഇവർ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമായിരുന്നില്ല. ഇല്ല, കിട്ടില്ല. കാരണം എന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? കേജ്രിവാളിന്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? 21,697. 21,697. അതിനകത്ത് ഇനിയിപ്പോൾ 4,000-5,000 വോട്ട് കോൺഗ്രസ് പിടിച്ചോണ്ട് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ബാക്കി 16,000 വോട്ട് പോയി. 16,000 വോട്ട് അവിടെ പോയി. ഇനി കൽക്കാജി എടുത്തോ. കൽക്കാജിയിൽ 3,521 വോട്ടിന് ജയിച്ചല്ലോ ആദിഷി. അവിടെ അൽക്കാ ലാംബയ്ക്ക് എത്ര കിട്ടിയത്? 4,392 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽക്കാ ലാംബ 4,392 വോട്ട് പിടിക്കുകയാണെങ്കിൽ കൽക്കാജിയിൽ ആദിഷി തോക്കണ്ടേ? അങ്ങനെ തോറ്റിട്ടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ ഒരു സ്പോയിലർ ഇഫക്റ്റ് കാണിച്ചിട്ടില്ല. കോൺഗ്രസ് പെർഫോം ചെയ്തിട്ടില്ല. 2% വോട്ടിൻ്റെ വ്യത്യാസമേ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, 1 മിനിറ്റ് മതി. അതായത് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ആം ആദ്മി പാർട്ടിക്ക് എതിരായി വോട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ട് കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കുന്ന ആളുകൾ ഇവർ തമ്മിൽ
ആരെങ്കിലും ഒന്നിച്ചു ചേർന്നാൽ ആ വോട്ട് എങ്ങോട്ടാ പോവുക? യഥാർത്ഥത്തിൽ BJP-യിലേക്ക് പോകുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന അലയൻസ് ഫോർമേഷൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ 52% എങ്കിലും ലോക്സഭ ആവർത്തിക്കുമോ? ലോക്സഭ ആവർത്തിക്കും. ലോക്സഭ ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കറക്റ്റ് 55 സീറ്റ് കറക്റ്റാണ്. അവരതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അവിടെ യോജിക്കാതിരുന്ന ഒരർത്ഥത്തിൽ BJP-ക്ക് വിനയായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ പറയുന്ന BJP-യുടെ വിജയം എന്ന് പറയുന്നത് ആഫ്റ്റർ 27 years ഇറ്റ്സ് എ ഫോർമിഡബിൾ വിക്ടറി, ഒരു സംശയമില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ച് വളരെ ആസൂത്രിതമായി നേടിയെടുത്തൊരു വിജയം തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു വീഴ്ച വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സീറ്റിൽ ഓഫ് കോഴ്സ് ആ നമ്പറിൽ ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും വോട്ട് പെർസെൻറ്റേജിൽ അവർക്ക് നന്നായി തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 10 years ഒരു പാർട്ടി നന്നായി ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അനൈക്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ വീഴ്ചയ്ക്ക് കാരണം, മറിച്ച് ആം ആദ്മി പാർട്ടിയോടുള്ള വലിയ എതിർപ്പ് ഡൽഹിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കുണ്ടായി. അതിന് പിന്നെ വഴിമരുന്നിടാനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ സമയം എടുത്തെന്നറിയാം. ഈ ഫ്രീ ബീസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 2 ഫ്രീ ബീസ് നടപ്പാക്കി കൊടുത്തു കേന്ദ്ര സർക്കാർ. ഒന്ന് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും 2 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാര്യത്തിലും. ആ രീതിയിൽ കൂടി പണിയെടുത്തുകൊണ്ട് ഡൽഹിക്ക് വേണ്ടി തന്നെ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുകൂടി BJP ഈ വോട്ടിനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.